എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ കുട്ടികൾക്ക് ഇന്നത്തെ എക്സാം? സിമ്പിളാണല്ലേ? കത്ത്, യാത്രാവിവരണം ഇതൊക്കെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. പ്രവർത്തനം 1. വായിക്കാം, എഴുതാം. ഖണ്ഡിക വായിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആരോ വലിച്ചെറിഞ്ഞ ഒരു വിത്തിനുള്ളിൽ ഉറങ്ങിക്കിടന്ന ഒരു കുഞ്ഞായിരുന്നു ഞാൻ. മണ്ണിൻ്റെ മടിയിൽ അമ്മയുടെ മടിത്തട്ടിൽ എന്ന പോലെ ഞാൻ മയങ്ങിക്കിടന്നു. ഇറ്റി വീണ മഞ്ഞുതുള്ളികൾ എന്നെ കവിളിൽ ഉമ്മ വെച്ചു. ഇളങ്കാറ്റ് സ്നേഹത്തോടെ എന്നെ തലോടി. നിറഞ്ഞ ചിരിയോടെ സൂര്യൻ എൻ്റെ തലക്ക് മുകളിൽ തെളിഞ്ഞു നിന്നു. കുഞ്ഞിതലകൾ വിടർന്നു. ഞാനും തലയാട്ടി ചിരിച്ചു. കാലം കടന്നുപോയി. ഞാനൊരു മരമായി വളർന്നു. എത്രയോ പേർക്ക് തണലേകി, കൂടൊരുക്കി, പഴങ്ങൾ നൽകി. കാൽവിരലുകൾ നീട്ടി പുഴയെയും കൈവിരലുകൾ നീട്ടി മേഘത്തെയും ഒരേ സമയം തൊട്ടു. ഞാനെത്ര സന്തോഷിച്ചെന്നോ. പെട്ടെന്നാണ് എല്ലാം തകിടം മറിഞ്ഞത്. ആഞ്ഞു വീശിയ കോടാലി മൂർച്ചയിൽ എൻ്റെ കൈകാലുകൾ മുറിച്ചു നീക്കപ്പെട്ടു. മഴ വീണു ചിതറിക്കിടക്കുന്ന കൂടിനരികിൽ നിലവിളിക്കുന്ന അമ്മക്കിളിയെ കണ്ടപ്പോൾ എൻ്റെ അല്ലൽ ഇരട്ടിച്ചു. ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാം അല്ലേ? ഒന്നാമത്തെ ചോദ്യം, വിത്തിനുള്ളിൽ മയങ്ങിക്കിടന്നിരുന്നത് ആരാണ്? മരമാണല്ലേ? അപ്പോൾ ആൻസർ ഡി ആണ്. ബി, മരത്തിൻ്റെ വേരുകൾ ആഴത്തിൽ വളർന്നെന്ന് വ്യക്തമാക്കുന്ന വാക്യം എന്താണ്? ഓപ്ഷൻ ഒന്നും വായിക്കണ്ടല്ലോ. ഏതാണ്? കാൽവിരലുകൾ നീട്ടി പുഴയെ തൊട്ടു. മൂന്നാമത്തെ ചോദ്യം, സി, ആഞ്ഞു വീശിയ കോടാലി മൂർച്ചയിൽ എൻ്റെ കൈകാലുകൾ മുറിച്ചു നീക്കപ്പെട്ടു. മരത്തിൻ്റെ ഈ അവസ്ഥയിൽ ആരായിരിക്കും കാരണക്കാർ? ആരായിരിക്കും? ഓപ്ഷൻ എ ആണ്, മനുഷ്യർ തന്നെ അല്ലേ? ഡി, മരങ്ങൾ നമുക്ക് നൽകുന്ന സഹായങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഏതൊക്കെയാണ്? തണൽ തന്നിട്ടുണ്ട്, കൂട്, വെയിൽ, പഴങ്ങൾ. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്, വെയിൽ. വെയിൽ സൂര്യനാണ് നൽകുന്നത്, മറ്റതൊക്കെ നമുക്ക് മരങ്ങളാണ് നൽകുന്നത്. ക്വസ്റ്റ്യന്, സങ്കടം എന്നർത്ഥം വരുന്ന ഏത് പദമാണ് കഥാഭാഗത്തിൽ നൽകിയിട്ടുള്ളത്? ആൻസർ ഡി ആണ് കേട്ടോ, അല്ലൽ. ഏത് പാഠഭാഗത്തിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? അരികെ അകലെ. നമ്മുടെ കൃഷ്ണൻ്റെ അമ്മ കൃഷ്ണനെ കാത്തിരിക്കുന്നുണ്ടല്ലോ അല്ലേ, ദുഃഖത്തോടെ, സങ്കടത്തോടെ. പ്രവർത്തനം 2. വരികൾ കൂട്ടിച്ചേർക്കാം. മാനത്തു മഴ വരും ആഘോഷം, പാടത്തിനതു കണ്ടു സന്തോഷം. മാനത്തു കൊട്ടും കുഴൽപ്പാട്ടും, പാടത്തു വെട്ടും വിതപ്പാട്ടും. മാനത്തു മേഘത്തിൻ തേരോട്ടം, പാടത്ത് കുളിരിൻ്റെ നീരോട്ടം. മാനത്തെയും പാടത്തെയും കാഴ്ചകൾ ചേർത്ത് 4 വരികൾ കൂട്ടിച്ചേർക്കൂ. കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ മുകളിൽ തന്നിട്ടുള്ള ആശയത്തോട് യോജിച്ചതാവണം. പോലെ താളക്രമത്തിൽ കവിത പോലെ തന്നെ എഴുതണം കേട്ടോ. എങ്ങനെയൊക്കെ എഴുതാം? എന്തൊക്കെ മക്കൾ എഴുതിയിട്ടുണ്ട്? മഴ പെയ്യുമ്പോൾ മിന്നലുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ അടുത്ത വരി എന്ത് എഴുതാം? മാനത്ത് വെള്ളി വെളിച്ചത്തിൻ മിന്നലാട്ടം. ബാക്കി മക്കളൊന്ന് എഴുതി നോക്കുമല്ലോ അല്ലേ? പ്രവർത്തനം 3. ചിഹ്നം ചേർക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ഭാഗം വായിച്ച് ഉചിതമായ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുക. നല്ല ഉറക്കത്തിലായിരുന്നു കുഞ്ഞനുറുമ്പ്. നേർത്ത നനവുള്ള പച്ചപ്പുൽത്തകിടിയിലൂടെ തെന്നി തെന്നി പോകുന്നത് അവൻ സ്വപ്നം കണ്ടു. നല്ല രസം. അവൻ കൂടുതൽ ഉത്സാഹത്തോടെ തെന്നി നീങ്ങാൻ തുടങ്ങി. കുഞ്ഞാ, നീ ഇനിയും എഴുന്നേറ്റില്ലേ? അമ്മയുടെ ശബ്ദം കേട്ട് അവൻ ഞെട്ടി ഉണർന്നു. എങ്ങനെ ചിഹ്നം ചേർത്ത് എഴുതാം? നല്ല ഉറക്കത്തിലായിരുന്നു കുഞ്ഞനുറുമ്പ്. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്. നേർത്ത നനവുള്ള പച്ച പുൽത്തകിടിയിലൂടെ തെന്നി തെന്നി പോകുന്നത് അവൻ സ്വപ്നം കണ്ടു. നല്ല രസം. അവൻ കൂടുതൽ ഉത്സാഹത്തോടെ തെന്നി നീങ്ങാൻ തുടങ്ങി. കുഞ്ഞാ, നീ ഇനിയും എഴുന്നേറ്റില്ലേ? കണ്ടോ ചോദ്യചിഹ്നം വന്നത്? അമ്മയുടെ ശബ്ദം കേട്ട് അവൻ ഞെട്ടി ഉണർന്നു. ചിഹ്നം ചേർത്ത് എഴുതി നോക്കണം കേട്ടോ. പ്രവർത്തനം 4. പ്രവർത്തനം 4 2 പ്രവർത്തനങ്ങളുണ്ട്. അവയിൽ ഒന്ന് മാത്രം എഴുതിയാൽ മതി. സംഭാഷണം എഴുതാം. കുട്ടിയുടെ കൈവിട്ട് പറന്നുയർന്ന പട്ടൂസ് മാനത്ത് പറന്നു നടന്നു. അവനാകെ വിഷമമായി. പട്ടൂസിന്റെ വിഷമം കണ്ട് അമ്പിളിമാമൻ കാര്യം തിരക്കി. ഇതൊക്കെയായിരിക്കും പട്ടൂസും അമ്പിളിമാമനും തമ്മിൽ പറഞ്ഞിരിക്കുക. സംഭാഷണ രൂപത്തിൽ എഴുതി നോക്കൂ. ഫസ്റ്റ് അമ്പിളിമാമനെ ചോദിക്കുന്നത്, എന്തിനാ പട്ടൂസ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? അപ്പോൾ പട്ടൂസ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എനിക്ക് എൻ്റെ ഇത്താത്താനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടാവൂ അല്ലേ? ഇനി 2 പേരുള്ള സംഭാഷണം മക്കളൊന്ന് എഴുതി നോക്കണം കേട്ടോ. 4 ബി, ഗദ്യരൂപത്തിലാക്കാം. താഴെ നൽകിയ കവിത വായിച്ച് ആശയം ചോർന്നു പോകാതെ പൂർണ്ണവാക്യങ്ങളാക്കി എഴുതൂ.
ചിറകു കുരുത്തു തുടങ്ങും മുമ്പൊരു ചിന്നക്കുരുവി നിനക്കുന്നു. നീലാകാശം കൂട്ടിനരികെ നിന്നു പതുക്കെ വിളിക്കുന്നു. കാട്ടിൽ മീതെ വയലിൻ മീതെ കടലിൽ മീതെ പോകണമോ? കുഞ്ഞിക്കാറ്റ് കളിച്ചു നടക്കും കുന്നിൻ ചെരുവിലിരിക്കണമോ? എന്താണ് ഗദ്യരൂപത്തിൽ എഴുതുകയെന്ന് പറഞ്ഞാൽ കവിതയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തി വായനാരൂപത്തിൽ, അതായത് കവിത രൂപത്തിലല്ലാതെ എഴുതുന്നതാണ് ഗദ്യരൂപം. അരികെ അകലെ എന്നുള്ള കവിത ഗദ്യരൂപത്തിൽ എഴുതിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ മക്കൾ? ചിറക് മുളച്ചു വരുന്നതിന് മുമ്പ് ഒരു ചെറിയ കുരുവി വിചാരിക്കുകയാണ്. നീലാകാശം എന്നെ പതുക്കെ വന്നു വിളിക്കുന്നു. കാടിന് മുകളിലൂടെയും വയലിന് മുകളിലൂടെയും കടലിന് മുകളിലൂടെയും പറക്കാനും കുഞ്ഞിക്കാറ്റ് പറന്നു നടക്കുന്ന കുന്നിൻ ചെലുവിലിരിക്കാനും. പ്രവർത്തനം 5 2 പ്രവർത്തനങ്ങളുണ്ട്. അവയിൽ ഒന്നിനു മാത്രം ഉത്തരം എഴുതിയാൽ മതി. 5 കത്തെഴുതാം. മൈക്കിൾ ചേട്ടൻ്റെ സൈക്കിൾ വാടകയ്ക്കെടുത്ത് ചന്ദ്രനിലേക്ക് യാത്ര പോയ കുട്ടിയുടെ അനുഭവങ്ങൾ കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ? യാത്ര പോയ കുട്ടി കൂട്ടുകാരനായ സോനുവിനെ ഒരു കത്തിലൂടെ എഴുതി അറിയിച്ചു. എന്തൊക്കെയായിരിക്കും കത്തിലെ വിശേഷങ്ങൾ? എഴുതി നോക്കൂ. എങ്ങനെ എഴുതാന്നുള്ളത് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? മുകളിലായി സ്ഥലം, ഡേറ്റ്. അതിന് താഴെയായി പ്രിയപ്പെട്ട സോനുവിന് അല്ലെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരന് എന്തോ എഴുതാം. താഴെയായിട്ട് എങ്ങനെ എഴുതാ? നിനക്ക് സുഖം തന്നെയല്ലേ? എന്തൊക്കെയുണ്ട് നിൻ്റെ വിശേഷങ്ങൾ? ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ചന്ദ്രനിലേക്ക് പോയിരുന്നു. ഇനി എങ്ങനെ എഴുതാം? ആകാശത്തിലൂടെ പറന്നു നടക്കാൻ എന്തു രസമാണെന്നോ. പോലെ മേഘങ്ങൾ, നക്ഷത്രങ്ങൾ, അതൊക്കെ കൂട്ടി മക്കളൊന്ന് എഴുതി നോക്കണം കേട്ടോ. മേഘത്തിൻ്റെയും നക്ഷത്രങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ എഴുതിയതിനു ശേഷം ലാസ്റ്റ് മക്കൾ എഴുതുക, നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഇനി നേരിൽ കണ്ടു പറയാം. ഇപ്പോൾ നിർത്തുന്നു. സ്നേഹത്തോടെ നിൻ്റെ കൂട്ടുകാരൻ. താഴെയായിട്ട് കുട്ടിയുടെ പേര് എഴുതുക. കുട്ടീൻ്റെ പേര് തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് നൽകുക. കത്തിൻ്റെ ഫോർമാറ്റാണ് നൽകിയിട്ടുള്ളത്. ഇതിനുള്ളിലുള്ള കണ്ടൻറ്റ് കൂടുതലായിട്ട് മക്കൾ എഴുതിയെടുക്കണം. ഇതുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പകുതി മാർക്ക് ലഭിക്കും. 5 യാത്രാനുഭവ വിവരണം. യാത്രകൾ കൂട്ടുകാർ നടത്തിയിട്ടുണ്ടല്ലോ. അവയിൽ ഏറ്റവും ഇഷ്ടമായ യാത്ര ഏതാണ്? യാത്രയിൽ ഒപ്പം ഉണ്ടായിരുന്നവരെയും കണ്ട കാഴ്ചകളെയും ഉൾപ്പെടുത്തി ആകർഷണമായ ഭാഷയിൽ ആ യാത്രാനുഭവങ്ങൾ ഒന്ന് എഴുതി നോക്കൂ. ഗിരിയുടെ റാണി എന്ന പാഠഭാഗം എടുത്തപ്പോഴും അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും യാത്രാ വിവരണം വിശദമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. മക്കൾ കണ്ടിട്ടുണ്ടാകൂല്ലേ? അത് കാണാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതാ ഇവിടെ നൽകുന്നുണ്ട്. മക്കളൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ, അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ഡാമിനെ കുറിച്ചുള്ള മലമ്പുഴ ഡാമിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇവിടേക്ക് യാത്ര പോയിട്ടുണ്ടാവും. അപ്പോൾ വിശദമായിട്ടൊന്ന് എഴുതി നോക്കുക. വിവരണം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, വായനക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന തുടക്കമുണ്ടായിരിക്കണം. അതുപോലെ പോയ സ്ഥലം, കണ്ട കാഴ്ചകളൊക്കെ വിശദമായിട്ട് എഴുതിയിരിക്കണം. ഓക്കെ മക്കൾ നന്നായിട്ട് പഠിക്കുക. EVSൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം.